റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. 3 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ണൂർ സർവകലാശാലയിൽ കണ്ടെത്തിയത് 21 കോടിയുടെ ക്രമക്കേട്. 2020 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. സുപ്രീം കോടതി പുറത്താക്കിയ മുൻ VC ഗോപിനാഥ് രവീന്ദ്രന് സർവകലാശാലയ്ക്കെതിരെ കേസ് നടത്താൻ സിൻഡിക്കേറ്റ് പണം അനുവദിച്ചതും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. സംഭവം വിവാദമായതോടെ ഗോപിനാഥ് രവീന്ദ്രൻ 4 ലക്ഷം രൂപ കഴിഞ്ഞ മാസം തിരിച്ചടച്ചു. ഈ 4 ലക്ഷം രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി സർവകലാശാല ചെലവാക്കിയ മുഴുവൻ തുകയും തിരിച്ചടച്ചു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുവാൻ സർവകലാശാല കേന്ദ്രത്തിൽ നിന്നും ഒരു പരിശ്രമമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ നിയമസഭയിൽ മന്ത്രി ബിന്ദു പറഞ്ഞിരിക്കുന്ന രേഖകൾ പരിശോധിക്കുമ്പോൾ 68 ലക്ഷം രൂപയാണ് സർവകലാശാലയും അതുപോലെ സംസ്ഥാന സർക്കാരും ഗോപിനാഥ് രവീന്ദ്രൻ്റെ സുപ്രീം കോടതിയിലെ കേസിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ 38 ലക്ഷം രൂപയും അതുപോലെ സർവകലാശാല ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയും ചെലവാക്കിക്കൊണ്ട് ഗോപിനാഥ് രവീന്ദ്രനെ സുപ്രീം കോടതിയിൽ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേസിൽ പണം മുടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ മുടക്കിയിരിക്കുന്ന മുഴുവൻ ഫണ്ടും തീർച്ചയായിട്ടും ഗോപിനാഥ് രവീന്ദ്രനെ തിരികെ അടച്ചില്ലെങ്കിൽ അതിനെതിരെ നിയമ പോരാട്ടം നടത്തുവാൻ വേണ്ടിയിട്ട് UDF സെനറ്റേഴ്സ് ഫോറം നിർബന്ധിതമായി തീരും. ഇങ്ങനെ ഓഡിറ്റ് റിപ്പോർട്ട് വിശകലനം ചെയ്യുമ്പോൾ 22 കോടി രൂപയുടെ ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള രീതിയിൽ സർവകലാശാല ഫണ്ട് ദൂർത്തടിക്കുന്ന ഒരു സംവിധാനം തന്നെ കണ്ണൂരുണ്ട് എന്നുള്ളതാണ്. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. സിനോജ് തോമസ്, ഗുഡ് ഈവനിങ്. 1-2 രൂപയുടേതല്ല, 21 കോടിയുടെ ക്രമക്കേടാണ്. അതിൽ കേസ് നടത്തിയതിനെടുത്ത പണം പിടിക്കപ്പെടുമെന്ന് ബോധ്യമായപ്പോൾ കഴിഞ്ഞ മാസം കൊണ്ട് തിരിച്ചടയ്ക്കുകയാണ്. ഈ 3-4 വർഷക്കാലത്തിനിടയിൽ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് സിനോജ്? സുജയപാർവതി, 2021 മുതൽ 2023 വരെയുള്ള 3 വർഷ കാലയളവിൽ മാത്രം നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് 21 കോടി രൂപയുടെ ക്രമക്കേട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ വലിയ ചർച്ചയായതാണ് മുൻ VC അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഗോപിനാഥ് രവീന്ദ്രൻ നിയമനവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ. അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കെതിരെ കൊടുത്ത കേസിൽ പോലും സിൻഡിക്കേറ്റ് അദ്ദേഹത്തിന് വക്കീൽ ഫീസായിട്ട് പണം അനുവദിച്ചു. അതിൽ 4 ലക്ഷം രൂപയാണ് ക്രമക്കേടായി കണ്ടെത്തിയത് ഓഡിറ്റ്. അതിൽ 4 ലക്ഷം രൂപ ഇത് വിവാദമായതുകൊണ്ട് അദ്ദേഹം തിരിച്ചടക്കുകയും ചെയ്തു. പക്ഷേ പ്രതിപക്ഷ അധ്യാപക സംഘടനകളും സെനറ്റ് അംഗങ്ങളും പറയുന്നത് 38 ലക്ഷവും 30 ലക്ഷവും ആകെ 68 ലക്ഷം രൂപ സർക്കാർ ചെലവഴിച്ചു എന്ന് പറയുന്നു. പക്ഷേ ക്രമക്കേടായി കണ്ടെത്തിയത് 4 ലക്ഷം മാത്രമാണ്. പക്ഷേ ഇതല്ല, ഇതിലേറെ മറ്റ് ക്രമക്കേടുകളും സർവകലാശാലയിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. അധികമായി ജീവനക്കാരെ നിയമിച്ചത് വഴി 8.5 കോടി രൂപയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ചെലവഴിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറില്ലാതെ ടെൻഡർ നൽകി സെമിനാർ കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിന് കരാർ നൽകി അത് കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചില്ല. അങ്ങനെ 10 കോടി രൂപയുടെ നഷ്ടമാണ് കണ്ണൂർ സർവകലാശാലയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പലിശ ഇനത്തിൽ മാത്രം 75 ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിക്ക് നഷ്ടമായിരിക്കുന്നു. അതായത് 30 കോടി രൂപ ട്രഷറിയിൽ നിക്ഷേപിക്കാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിച്ചു. 5% പലിശ നിക്ഷേപിച്ചു. അത് ട്രഷറിയിൽ ഇട്ടിരുന്നെങ്കിൽ 7.5% പലിശ ലഭിച്ചാൽ അങ്ങനെ 75 ലക്ഷം രൂപയുടെ ക്രമക്കേട് നഷ്ടവും അതുവഴി സംഭവിച്ചെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ വിദൂര വിദ്യാഭ്യാസം കോഴ്സിൽ MBA കോഴ്സ് അത് ആരംഭിക്കാതെ തന്നെ പഠന സഹായി നിർമ്മിച്ചത് വഴി 3,86,000 രൂപയാണ് കണ്ണൂർ സർവകലാശാല ചെലവഴിച്ചത്. അത് ക്രമക്കേടാണെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ പരീക്ഷാ കൺട്രോളറും ഒപ്പം തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥരും ഗുജറാത്തിൽ ഒരു ഫാക്ടറി സന്ദർശിക്കാൻ വേണ്ടി പോയി. അതായത് ചോദ്യക്കടലാസും ബാർകോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കരാർ കൊടുത്ത കമ്പനിയിൽ സന്ദർശനം നടത്തി. അത് നിയമവിരുദ്ധമാണ്. ആ യാത്രയ്ക്ക് ചെലവായ പണം ഉൾപ്പെടെ താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ സെൻട്രൽ ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചത് ഉൾപ്പെടെ കരാർ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ടാണ് ഓഡിറ്റ് വിഭാഗം നൽകിയിരിക്കുന്നത്. 2023 മുതൽ 2023 വരെ 3 വർഷത്തിനിടയിൽ 21 കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ണൂർ സർവകലാശാലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സുജയ.